അങ്ങോട്ട് ആ വീട്ടിലേക്ക് തിരിച്ചു വരില്ലേ? അറിയില്ല, അതൊക്കെ അമ്മയെ തീരുമാനിക്കുന്നത്. ഉറക്കം വരുന്നുണ്ടല്ലോ നിനക്ക്. അത് സാരമില്ല. സാരമുണ്ട്. ഡോക്ടർ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് റെസ്റ്റ് ചെയ്യണം. മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് കഴിക്കാൻ വേണം. ഇപ്പൊ ക്ഷീണം ഉണ്ടെങ്കിൽ ഉറങ്ങിക്കോ. സാറേ ഇപ്പോ പോവില്ലല്ലോ അല്ലേ? ഇല്ല. മരുന്നിന്റെ സെഡേഷൻ ആണെന്ന് തോന്നുന്നു. ഞാനൊന്ന് ഉറങ്ങട്ടെ. ഉറങ്ങിക്കോ. ഞാൻ അവളോട് ചെയ്ത തെറ്റിന്, ജ്യോതിക്ക് അന്ന് സംഭവിച്ചതിന് കാരണം എൻ്റെ കൂട്ടുകാരനാണെന്നല്ലേ നിങ്ങളടക്കം കരുതിയിരിക്കുന്നത്. പക്ഷേ ആ തെറ്റ് ചെയ്തത് ഞാനാ. മനു, നീ എന്തൊക്കെയാ പറയുന്നേ? അതെ ചേച്ചി, അന്ന് ഞങ്ങൾ തമ്മിൽ ഇത്രയും കാലം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഛേ, ആങ്ങളെയും പെങ്ങളും ആയിട്ടല്ലല്ലോ, ഫ്രണ്ട്സ് ആയിട്ടല്ലേടാ നമ്മൾ കഴിഞ്ഞിരുന്നേ. എന്നിട്ട് പോലും നിനക്കൊന്ന് പറയാൻ തോന്നിയില്ലല്ലോ. ചേച്ചി, നീ തെറ്റ് ചെയ്തതുകൊണ്ടും അത് മൂടി വെച്ചതുകൊണ്ടും എന്തൊക്കെ അനിഷ്ടങ്ങളാ ഉണ്ടായേ. നിന്റെ കൂട്ടുകാരന്റെ ജീവൻ, സുജാത ആന്റിയുടെ കുടുംബത്തിന്റെ നാശം, അതൊക്കെ നിന്നെ കൊണ്ടായിരുന്നില്ലേ? പറയാൻ പലവട്ടം ശ്രമിച്ചതാ. നിങ്ങൾ കരഞ്ഞു നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അരങ്ങ് നടന്നിട്ടുണ്ട് അവരെ തിരക്കി. നിത്യ, എൻ്റെ മനസ്സിലിപ്പോ നിന്നോട് പകയില്ല, വെറുപ്പില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ. അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ചോദിച്ചു കേട്ടില്ലേ? അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് പോകുന്നതെന്ന്?
അമ്മ അവിടെ സുഖമില്ലാതെ കണക്കല്ലേ? അപ്പ അച്ഛൻ അമ്മയുടെ അടുത്ത് തന്നെ വേണ്ടേ? നീ ഒന്ന് പോയേ. അച്ഛൻ ഇപ്പൊ തന്നെ തിരിച്ചു പോ. ഞാനും കൂടെ വന്നോട്ടെ. എനിക്ക് അമ്മയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയാ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. എന്നാ അപ്പൂപ്പൻ വരുമ്പോ ഞാൻ പോയിക്കോട്ടെ. എനിക്ക് നിത്യാമ്മയെ കാണാതിരിക്കാൻ വയ്യ. എന്താ അച്ഛനാ അമ്മയുടെ കാര്യല്ലേ ചോദിച്ചത്? ആരുടെ അമ്മ? ആരുടെ അമ്മയെന്നോ? അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചതല്ലേ? അപ്പൊ അത് എന്റെ അമ്മയല്ലേ? എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോണം പോണം പോണം. മിണ്ടി പോരുത് നീ. എനിക്ക് നീയും നിനക്ക് ഞാനും. അതിനിടയിൽ വേറെ ആരുമില്ല. ഇനി വേറെ ആരും വേണ്ട, മനസ്സിലായോ? ഇറങ്ങി ഓടി അങ്ങോട്ട്. കല്യാണി,